ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ദീപക് ജീവൻ ഒടുക്കിയ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. യുവതിയുടെ സമൂഹ മാധ്യമ പോസ്റ്റിലെ അവഹേളനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന പരാതിയിൽ പ്രത്യേക എഫ്ഐആർ ഇല്ല. അങ്ങനെ നിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഒരുത്തി ഉണ്ടാക്കണ്ട. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ചേട്ടാ നമ്പർ മറക്കണ്ട, ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ. നീ എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. ആൾക്കാർക്ക് വേണ്ടത് നെഗറ്റിവിറ്റിയാണ്. ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ, അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗും അല്ല. എനിക്കത് അറിഞ്ഞാ മതി. ഇനി ആരും സൂത്രം കാണിച്ചാ. ബസ് നിർത്തി ഇറങ്ങാൻ സമയം ആ കൈകൾ അറിയാതെ എനിക്ക് നേരെയും വന്നു. ഉദ്ദേശിച്ചത് അയാൾ അറിയാതെ ചെയ്തു എന്നുള്ളതാ? അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. അത് കൈ തട്ടാൻ വേണ്ടി നിന്നു കൊടുത്ത പോലെയും എനിക്ക് പേഴ്സണലി ഫീലായി. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സ്ഥലം അയാൾ ഇറങ്ങാൻ വേണ്ടി തിരിഞ്ഞു. അയാൾ തിരിഞ്ഞ സമയത്ത് ഇവര് ദേഹത്ത് മുട്ടാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ മുട്ടും തട്ടും. അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ചെറ്റത്തരമല്ലേ നിങ്ങൾ കാണിച്ചത്? തന്തയില്ലായ്മയല്ലേ നിങ്ങൾ കാണിച്ചത്? ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്. ഒരാണിനെ എറിഞ്ഞു കൊടുക്കുമ്പോ ചോദിക്കാൻ പറയാൻ വേറെ ആരും വരില്ല എന്നുള്ള ധൈര്യമല്ലേ നിങ്ങൾ കാണിച്ചത്? പ്രതികരിക്കരുത്, കാരണം മരിച്ചതൊരു പുരുഷനാണ്.